ഞങ്ങൾ വിളക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ അമ്മമാർ കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൽ വന്നു ചേർന്നിരിക്കുന്ന ശ്രീ എം ജി മേനോൻ അങ്കിളിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹം ഒരുപാട് കോൺഫ്ലിക്റ്റോട് കൂടി ആണെങ്കിൽ പോലും ഇവിടെ വന്നു ചേർന്നതിൽ എന്താണെന്ന് നമുക്കറിയാം. വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവർക്കും നായർ സൊസൈറ്റിയുടെ 2016 ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. 2016 ഒരു നല്ലൊരു വർഷമായിരുന്നു. വിഷു ഇതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങൾ ഇവിടെ വരികയും എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണുകയും അതോടൊപ്പം തന്നെ നമ്മുടെ 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 മെമ്മറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അതോടൊപ്പം തന്നെ ഇന്ന് ഈ പായസം കുറച്ചുകൂടി അതിനെ ഒരുതരമാക്കിയിരിക്കുകയാണ്. അപ്പം അതിലൊരു നന്ദിയുണ്ട്. നായർ സൊസൈറ്റിയുടെ 2016 നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബാംഗങ്ങളായിട്ട് നമ്മൾ കരുതുക. അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് തയ്യാറാക്കി ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം. ഇതുവരെയായിട്ട് കണ്ടതനുസരിച്ച് വിഷുവിനായാലും ഓണത്തിനായാലും അതിനിടയ്ക്കുള്ള ഫാമിലി നൈറ്റ് ആയാലും ഭജനയ്ക്കായാലും ഒരു കുടുംബാന്തരീക്ഷം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ അഭിമാനം ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ മെമ്പേഴ്സായിട്ടോ അല്ലെങ്കിൽ പുറത്തു നിന്നിരിക്കുന്ന ആൾക്കാരായിട്ടോ അല്ല. നിങ്ങൾ വന്നിരിക്കുന്നത് നായർ സൊസൈറ്റിയുടെ കുടുംബാംഗവുമായിട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസരത്തിൽ വളരെയേറെ സന്തോഷം മനസ്സിൽ പൊങ്ങി വരുന്നുണ്ട്. അപ്പം അതിനുള്ള നന്ദി നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഈ വർഷത്തെ ഒരു പരിപാടിയിൽ കൂടെ നിങ്ങൾ പങ്കെടുക്കണം. ആ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഫാമിലി നൈറ്റ്. ഇവിടെ വന്ന് 1-2 ആൾക്കാർ സംസാരിച്ചു. പുതിയ ബ്രാംബിൾട്ടണിൽ പുതിയതായിട്ട് വന്ന ആൾക്കാരും ആഷ്ബേണിലും മേരിലാൻഡിലും പുതിയതായിട്ട് വന്ന ആൾക്കാരും നായർ സൊസൈറ്റിയെ കുറിച്ച് അറിഞ്ഞു വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ ഫാമിലി നൈറ്റിന് വരിക എന്നുള്ളത് ഒരു നല്ല കാര്യമായിരിക്കും. ഇവിടെയുള്ള നമ്മുടെ നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ളൊരു നല്ലൊരു അവസരമാണ്. ഒക്ടോബർ നവംബർ സമയത്തായിരിക്കും അടുത്ത ഫാമിലി നൈറ്റ്. അതോടുകൂടി ഈ വർഷത്തെ നമ്മുടെ പ്രധാന പരിപാടികളെല്ലാം തീരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ കുടുംബാംഗങ്ങൾ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം പുതുക്കിക്കൊണ്ടിരിക്കണം. അതിന് പറ്റിയ ഒരു ടെക്നോളജിക്കൽ ടൂളാണ്. ആരെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ മിക്കവരും അതിലിപ്പോൾ അംഗമായി കാണാം. വാട്സാപ്പ്. നായർ സൊസൈറ്റിയുടെ NSTW ഫാമിലി എന്നുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ചേർന്നാൽ ഇതുവരെയായിട്ട് കണ്ടിരിക്കുന്നത് ഒരു ബോദർസമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ല. അത്യാവശ്യം ഇൻഫർമേഷൻ മാത്രം പാസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ നായർ സൊസൈറ്റിയുടെ ഫേസ്ബുക്ക് പേജ്. ഇത് രണ്ടും വളരെ ഉത്തമമായ മാർഗങ്ങളാണ്. പഴയതുപോലെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പരിചയം പുതുക്കുകയും ഒരു ഫാമിലി എന്ന രീതിയിൽ ഒത്തൊരുമിച്ച് വരികയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളു. അടുത്തത്